ഇങ്ങനത്തെ വേണ്ടാന്ന് പറഞ്ഞ് കളയുന്ന കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഒരു അടിപൊളി ഓർഗനൈസർ ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കണം, കാരണം നമ്മൾ ഉണ്ടാക്കിയല്ലോ. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്നൊരു ബുക്ക് ഓർഗനൈസർ ആണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കാം. ഈ കാർഡ്ബോർഡ് ബോക്സിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ, ഇത് എനിക്ക് എന്റെ വല്യമ്മയാണ് തന്നത്. നമ്മളിപ്പോ ഇങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കണോണ്ട് വല്യമ്മ എനിക്കിത് തന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാക്കിക്കോന്ന്. അപ്പൊ എനിക്കിത് കണ്ടപ്പോ ആദ്യം ഓർമ്മ വന്ന ഒരു ഓർഗനൈസർ ഉണ്ടാക്കാന്ന്. നമ്മുടെ ചാനലിൽ ഇതൊരു ഓർഗനൈസേഴ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, എന്നാ പിന്നെ ഇന്ന് അതന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇത് ചെറിയ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ബുക്സ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അഥവാ വലിയ ബോക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വലിയ ബുക്സ് ഒക്കെ വെക്കാം. ഞാനിവിടെ ചെറിയ ഓർഗനൈസർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഇതുപോലത്തെ ഒരു ബോക്സ് എടുക്കുക. എന്നിട്ട് ടോപ്പ് പോർഷൻ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ റാപ്പിംഗ് പരിപാടിയാണ്. അതിനായിട്ട് എൻ്റെ അടുത്ത് റാപ്പിംഗ് ഷീറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ A4 ഷീറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എന്താ അതിന്റെ ടോപ്പിലായിട്ട് വാഷി ടേപ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എനിക്കിതിൽ ഏത് വാഷി ടേപ്സ് ഒട്ടിക്കണം എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അവസാനം റെഡി തന്നെ എത്തി. എന്നിട്ട് സ്കെച്ച് യൂസ് ചെയ്തിട്ട് കുറച്ച് ബോസ് ഒക്കെ വരച്ചു കൊടുത്തപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.